രാഷ്ട്രീയ നിരീക്ഷകൻ NP ചേക്കുട്ടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ NP ചേക്കുട്ടി, ഇപ്പോൾ P ജയരാജന്റെ മകൻ ജയൻ ഇട്ടിരിക്കുന്ന ഈ വാട്സപ്പ് സ്റ്റാറ്റസ് ഉണ്ടല്ലോ, വർത്തമാനകാല ഇന്ത്യയിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്ന്? അതായത് ഒരു തരത്തിലും P ജയരാജൻ മുന്നോട്ട് പോകില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തില്ല എന്നുള്ളൊരു വ്യാഖ്യാനം ഇനിയൊരു അംഗത്തിന് അദ്ദേഹത്തിന് ബാല്യമില്ല എന്നുകൂടി പറയാതെ പറയുകയാണ്. അത്രമേൽ P ജയരാജന്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്ന ആളുകൾ അത് ആ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്താണ് എന്നാണോ? അല്ല, അത് ഇപ്പൊ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിർബന്ധമായിട്ടും വരും എന്ന് പൊതുവിൽ അണികൾ പ്രതീക്ഷിച്ചിരുന്ന നേതാവാണ് P ജയരാജൻ. കാരണം അദ്ദേഹം ഏതാണ്ട് 25 വർഷത്തിലേറെയായി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ P ജയരാജന് മാത്രമാണ് കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക്, പദവികളിലേക്ക് കൊടുക്കാതിരുന്നിട്ടുള്ളത്. ഈ MV ജയരാജൻ അദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പൊതുരംഗത്ത് വളരെ ഒരു എന്താ പറയാ, അതൊരു ലോ പ്രൊഫൈൽ ക്യാരക്ടറാണ് MV ജയരാജൻ. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ഒക്കെ ആണെങ്കിൽ പോലും P ജയരാജനുള്ള ജനസ്വാധീനമോ ശക്തിയോ ഒന്നും MV ജയരാജനില്ല. MV ഗോവിന്ദൻ അതേമാതിരി തന്നെ MV ഗോവിന്ദനും ഒരു ലോ പ്രൊഫൈൽ, ആക്ച്വലി ഒരു ലൈറ്റ് വെയിറ്റ് പൊളിറ്റിക്കൽ ലീഡറാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉയർന്ന പദവികളിലേക്ക് വളരെ എളുപ്പത്തിൽ കയറി പോകുന്നു. പക്ഷെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വലിയ ആഴത്തിലുള്ള ബന്ധങ്ങളുള്ള, വലിയ ജനവിശ്വാസമുള്ള, ജനപ്രീതിയുള്ള P ജയരാജനെ പോലെ നേതാക്കൾ പോലും മാറ്റി നിർത്തുന്നു. അപ്പൊ അതിന്റെ അർത്ഥം പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് വരുന്നത് കഴിവോ ബഹുജനങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളോ പാർട്ടി അണികൾക്കിടയിലുള്ള വിശ്വാസമോ ഒന്നുമല്ല, മറിച്ച് ചില നേതാക്കളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന, നേതാക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിന്ന് കൊടുക്കുന്ന ആളുകളെയാണ് മോളിലേക്ക് കൊണ്ടുവരുന്നത് അത് MV ഗോവിന്ദൻ ഇന്നലെ തന്നെ പറയുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടേ പറ്റുള്ളൂ. എന്ത് കാര്യങ്ങളാണ് അവർ നോക്കുന്നത് പറയുമ്പോൾ നേതൃത്വത്തിന് അഭിമതരായിട്ടുള്ള ആളുകൾ, വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളുള്ള ആളുകളെ ഒരിക്കലും മുകളിലേക്ക് കൊണ്ടുവരാതിരിക്കുക, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകളെ പുറത്തു നിർത്തുക തുടങ്ങിയ വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, പാർട്ടിയുടെ ആഭ്യന്തര ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു രീതിയാണ്. അത് തീർച്ചയായും ഈ സമ്മേളനത്തിൽ വളരെ വളരെ വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് P ജയരാജനെ പോലൊരു നേതാവിന് മുകളിലേക്ക് വരാൻ കഴിയുന്നത്. മറ്റു പലരും ഇപ്പം പത്തനംതിട്ടയിൽ പത്മകുമാറിനെ പോലുള്ള ആളുകൾ ഈ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി പാലക്കാട്ട് ഒരു പക്ഷേ MV രാജേഷിന്റെ കാര്യത്തിൽ പ്രതിഷേധം വന്നുകൂടായില്ല. ഇങ്ങനെ പല വിഷയങ്ങളും ഇപ്പോൾ വളരെ ഗൗരവത്തിൽ താഴെ തട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ NP ചേക്കുട്ടി പ്രതികരണം അറിയിച്ചതിന്.